ഹലോ നമസ്കാരം, സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. എൻ്റെ പേര് അനുലാൽ. അപ്പോൾ നമ്മുടെ ആ ഒരു SIയുടെ ഒക്കെ മെയിൻസിന്റെ പരീക്ഷ ഏകദേശം ആവാറായിരിക്കുകയാണല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു SIയുടെ ആ ഒരു 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ നല്ലതുപോലെ പഠിക്കാം, ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയൊരു അവബോധം തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മൊത്തം 45 മാർക്കിനാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു ഏകദേശം ഒരു 50% അടുപ്പിച്ച് തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് മാത്രമായിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് തള്ളിക്കളയാനൊന്നും നമുക്ക് പറ്റില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അനുലാൽ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അനുലാൽ സാറാണ് നിങ്ങൾക്ക് IPC CRPC എന്ന് പറഞ്ഞൊരു മേഖലയും അതേപോലെ സൈബർ ഫോറൻസിക്കിന്റെ കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്നത്. സാറേ, നമുക്ക് രണ്ടുകൂടെ നമുക്ക് 5 10 മാർക്കിനാണ് നമുക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ IPC CRPC നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്? ചിലപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ക്ലാരിഫൈ ആയിട്ട്, നമുക്ക് ഒരുപാട് ചോദ്യം പിള്ളേർ ചോദിക്കുന്നതെന്ന് പറയുന്നത്, നമുക്ക് പാർട്ട് 1 പാർട്ട് 2 IPC ആണോ CRPC ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് അവർക്കുണ്ട്. ശരിയാണ്, ഇപ്പോഴും കുറേ കുട്ടികൾ അത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ PSCയുടെ ഹോം പേജിൽ പോയാൽ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. പാർട്ട് 1 അവർ ചോദിക്കുന്നത് IPC ആണെന്നും പാർട്ട് 2 CRPC ആണെന്നുള്ള കാര്യം PSC വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് ആദ്യം ഒരു ഡൗട്ട്, പുതിയ നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമുക്ക് IPC ന്നും CRPC ന്നും 10 മാർക്കാണ് നമുക്കുള്ളത്. അതെ, ഓക്കെ. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് 4 രീതിയിലാണ് IPCയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളെടുത്ത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഈ ഒരു നിയമമൊക്കെ മാറിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിൽ ചിലപ്പം IPCയുടെ പുതിയ പേരെന്താണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. ദെൻ IPCയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഫാക്ടറി ബേസിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. നേരത്തെ എന്നാ വന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻസ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ആ സെക്ഷനിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അങ്ങനെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുള്ള അതായത് അതിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് ചെന്നിട്ടുള്ള ചോദ്യങ്ങൾ സെക്ഷൻസ് ചോദിക്കും. അതാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓരോ സെക്ഷനകത്തും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ഉള്ള ക്വസ്റ്റൻസ് ആണ് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് ഇല്ലുസ്ട്രേഷൻസ് കാണാൻ പറ്റും. ചില സെക്ഷൻസ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് പഠിക്കുവാണ് അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ പഠിക്കുവാണ്, അപ്പോൾ അതിനകത്തൊക്കെ എന്തുണ്ട്, ചില ഇല്ലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസ് വരാം. ഇങ്ങനെ ഒരു സെനാരിയോ തന്നിട്ട് അത് ഏത് ഒഫൻസ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റൻസ് നമുക്ക് വരാം. നമ്മൾ കഴിഞ്ഞ SIയുടെ പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്റ്റോർഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റൻ ആയിരുന്നു, CPയുടെ പരീക്ഷയ്ക്ക് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേഖല എന്തായാലും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ആ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റൻസ് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 4 രീതിയിലുള്ള ചോദ്യങ്ങളാണ് IPCയിൽ നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ CRPCയിലേക്ക് വരുവാണെങ്കിലോ? CRPCയിലേക്ക് വരുവാണെങ്കിൽ അവിടെയും ഇതുകൂട്ട് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ CRPCയും എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം ഒന്ന്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി ഈ പറഞ്ഞ കൂട്ട് ഇന്ന സെക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ. പിന്നെ 3 ഈ പറഞ്ഞ കൂട്ട് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ IPCയും CRPCയും കുറച്ചും കൂടെ ഒന്ന് ഡെപ്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IPCയിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് പ്രോപ്പർട്ടിക്കെതിരെയുള്ള ഒഫൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഹ്യൂമൻ ബോഡിക്ക് എതിരെയുള്ള ഒഫൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഹ്യൂമൻ ബോഡി തന്നെയാണ് വിമൺ എന്ന് പറയുന്നത്, പക്ഷേ എന്ത് ചെയ്യുന്നു, വിമണും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം, നമ്മളൊന്ന് നോക്കണം. പിന്നെ പബ്ലിക് സർവൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ദെൻ ജനറൽ എക്സെപ്ഷൻസ്, പൊതു ഒഴിവാക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്രയാണ് ആക്ച്വലി നമ്മുടെ IPCയിലുള്ള ഒരു പഠിക്കാനുള്ള സിലബസിന്റെ ഒരു ചങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സാർ, ഇതിനകത്ത് നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ സാറ് നമ്മുടെ കുട്ടികൾക്ക് ഏത് ഒന്ന് പറഞ്ഞു? അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഒഫൻസ് അഗൈൻസ്റ്റ് ഉള്ള പ്രോപ്പർട്ടിയിൽ മിക്കപ്പോഴും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ ബേസ്ഡ് ആണ്, പ്രോബ്ലംസ് ആണ്. സാർ നേരത്തെ പറഞ്ഞു കൂട്ട് എക്സ്റ്റോർഷൻ എന്ന് വന്ന പ്രോബ്ലം, ദെൻ എക്സ്റ്റോർഷൻ തെഫ്റ്റും അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഉറപ്പായിട്ടും ജനറൽ എക്സെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ജനറൽ എക്സെപ്ഷൻ 100% ആണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പബ്ലിക് സർവന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ ഒക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം.
പിന്നെ ഉള്ള മേഖല എന്ന് പറയുന്നത് Offensive വിമൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം എപ്പോഴും വിമണിൽ നിന്നുള്ള ചോദ്യം ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഷുവർ ആയിട്ട് നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു 354 56 ABCD കാര്യങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം. പിന്നെ CRPC-ലേക്ക് വരുവാണെങ്കിലോ CRPC-ലേക്ക് വരുമ്പോൾ CRPC-യിൽ മൊത്തത്തിൽ നമ്മൾ സിലബസ് നോക്കുമ്പോൾ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ, കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. ഒരു പോർഷൻ ഉറപ്പായിട്ടും ഡെഫിനിഷൻ ആയിട്ട് ഇപ്പൊ അവൈലബിൾ ഓഫൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ആ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ഉള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ അതിനുശേഷം പിന്നെ കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട പോർഷൻ അറസ്റ്റ് ആണ്. അപ്പൊ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസ് ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സീഷർ ആണ്. നമുക്ക് സീഷറും പിന്നെ ബോണ്ട്, അത് രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഒന്നിനി സീഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആയിരിക്കും. അപ്പൊ തന്നെ 3 ക്വസ്റ്റൻ ആയി. പിന്നെ അതിനുശേഷം സമൻസും വാറണ്ടും, അതിനെക്കുറിച്ചും വളരെ 6 സെക്ഷൻസേ ഉള്ളൂ സമൻസും വാറണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അത് എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ഷുവർ ഷോട്ട് ആയിരിക്കും വരും സമൻസ് അല്ലെങ്കിൽ വാറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ. പിന്നുള്ളത് ഇൻഫർമേഷൻ, പോലീസിന് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നു, അപ്പൊ എങ്ങനെയാണ് ആ ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് FIR നമുക്ക് ഡയറക്റ്റ് പഠിക്കാനില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ WCPO നമുക്ക് 0 FIR-മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അത് കറണ്ട് ആണ്. അങ്ങനെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേ ബി ചിലപ്പം ചോദിക്കാം കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ എന്നാലും PSC നമുക്ക് ആ ഒരു കുറിപ്പ് പറഞ്ഞേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സിലബസിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ എങ്ങാനും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും സർവ്വസാധാരണമാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തെങ്കിലും PSC ഒരു കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ ഒന്ന് വട്ടം ചുറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് വരും. അപ്പൊ ഇത്രയാണ് നമ്മൾ IPC CRPC നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മേഖലകളിലും സാർ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അതിന് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതെല്ലാം സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത് ഞാനാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലും നമുക്ക് ബേസിക് ആയിട്ടുള്ള പഴയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടും ഇതേപോലെ സാറ് പറഞ്ഞതിന്റെ കൂട്ട് IPC CRPC കുറച്ച് കറണ്ട് കാര്യങ്ങൾ വരുന്നതിന്റെ കൂട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കറണ്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം വരാവുന്ന തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മളൊരു ഏരിയ ഓഫ് ഫോക്കസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും നമുക്ക് വരാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പ്രിലിംസിന് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെയിൻസിലേക്ക് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നത് തന്നെയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ്, അതേപോലെ റീജിയണൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റീവ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ ഇപ്പം നമ്മുടെ ഇലക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആൻസർ ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തുള്ളത് RTI ആണ്. RTI നമുക്ക് 4 സെഷൻസ് നമുക്ക് പഠിക്കാൻ പറയുന്നുള്ളൂ. ആ 4 സെഷൻസും നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 4 സെഷൻസ് അതേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിച്ചു പോവുക. റിവിഷൻ ക്ലാസ്സസും കാര്യങ്ങളും എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. അതിനകത്ത് ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 8ാമത്തെ സെഷൻ നല്ലതുപോലെ പഠിക്കുക. അതിനകത്താണ് വിവരാവകാശ നിയമത്തിൽ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. 8ാമത്തെ സെഷൻ നല്ലതുപോലെ പഠിക്കുക. പിന്നെ അതേപോലെ സെഷൻ 2F എന്ത് ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. പിന്നെ നമുക്ക് സൈബർ ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാർ. ആ ഒരു മേഖലയിൽ നമുക്ക് ആക്ച്വലി അത് സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്നത് IT ആൻഡ് സൈബർ ക്രൈമിനകത്ത് ഉള്ള ഒരു സബ് ടോപ്പിക് ആണ് സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കുവാണെങ്കിൽ IT ആൻഡ് സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 10 മാർക്കാണ് നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്. ഓക്കെ. അതിനെ നമുക്ക് ടോട്ടലി ഒരു 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബേസിക് ഓഫ് IT, കുറേ IT ആയിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അതിനുശേഷം സൈബർ ഫോറൻസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ആണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം അതിനകത്ത് നമ്മുടെ സൈബർ ക്രൈംസിനെ കുറിച്ചും പറയുന്നത്. അപ്പോൾ ഈ 3ഉം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് 10 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സൈബർ ഫോറൻസിക്സിന്റെ ഡെഫിനിഷൻസ് ഒന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ആ സൈബർ ഫോറൻസിക്സിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടെർമിനോളജീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയർ നോക്കുവാണെങ്കിൽ പോലും നമുക്ക് എന്താണ് സൈബർ ഫോറൻസിക്സിൽ നിന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻ ഡെപ്തിലേക്ക് നമ്മൾ അതിൽ പുറത്ത് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ബേസിക്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി. ഇതാണ് സൈബർ ഫോറൻസിക്സിൽ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സാർ പിന്നെ അതേപോലെ നമ്മൾ ഈ പറഞ്ഞ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് 10 മാർക്കാണ്. അവിടെ നമുക്ക് ഈ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പറഞ്ഞിട്ടും മറ്റേ നമ്മുടെ IPC CRPC പറഞ്ഞിട്ട് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യത വരാൻ ചാൻസ് ഉണ്ട്. കാര്യം സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ശാഖയാണ്. അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്
കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ഉണ്ടാവും. അതും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. 10 മാർക്കിനാണ് നമുക്ക് സൈക്കോളജി പഠിക്കണം. നമ്മുടെ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജിയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ മൻസൂർ സാറ് വന്നിട്ട് തന്നെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എങ്ങനെ സൈക്കോളജി പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അവസാന നിമിഷം എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതെല്ലാം സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ഏരിയാസിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ മേഖല ഫോക്കസ് ചെയ്യണോ എന്നുള്ളതും ആ ഒരു അടിസ്ഥാനമാക്കി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക്, സ്പെഷ്യൽ ടോപ്പിക് ഉള്ള ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണ്. ഈ 14-ാം തീയതിക്ക് വരെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് നമ്മളെ 1ാമത്തെ ആ വാർഷികം പ്രമാണിച്ചുകൊണ്ട് ഒരു 10% ഓഫറും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സൈലം 10 എന്ന് പറഞ്ഞൊരു കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. താങ്ക് യു.